ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് ബീടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാൻവ എന്നുള്ളൊരു ആപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഇന്ന് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും ഒരുപാട് ആൾക്കാർ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റിക്കർ, നമ്മളെ കുട്ടികൾക്കൊക്കെ സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ക്യാൻവ എന്നുള്ള ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല നല്ല ഡിസൈൻസ് കാണുമ്പോൾ അവിടെ ഒരു പ്രോ എന്നുള്ളൊരു രീതി കാണിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പ്രോ നമുക്ക് എടുത്ത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ. അപ്പം നമുക്ക് ആ പ്രോ എന്നുള്ള ആ വേർഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ പ്രോ കാണുമ്പോൾ ബാക്കൗട്ട് അടിക്കുകയാണ് ചെയ്യാറ്. ബാക്ക് അടിച്ച് പിന്നെ പ്രോ ഇല്ലാത്ത നമ്മൾ സാധാ ക്യാൻവയിൽ ചെയ്യാറാണ് പതിവ്. പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു ടാസ്ക് മന്ത്ര എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള ഒരു ഡിസൈനാണ്. ബിക്കോസ് എനിക്ക് ഇന്ന് ഏത് ഡിസൈൻസും എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പ്രോ വേർഷൻ ആണെങ്കിലും പെയ്ഡ് വേർഷൻ ആണെങ്കിലും നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഈ ടാസ്ക് മന്ത്രയിൽ ടെസ്റ്റ് ചെയ്ത് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്റ്റീവ് ടാസ്ക് ഫോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ഒരു കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊരുപാട് സ്റ്റഡി മെറ്റീരിയൽസും ഒരുപാട് യൂസ്ഫുള്ളായ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഡിജിറ്റൽ മെറ്റീരിയൽസ് വേണമെങ്കിലും നമുക്കിതിൽ നിന്നെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഫോണിൽ ക്യാൻവ എന്നുള്ള ഈ ഒരു ആപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ചെയ്യേണ്ട കാര്യം, പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ആദ്യം ക്യാൻവ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എൻ്റെതിൽ ഓൾറെഡി ഡൗൺലോഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാൻവ ഡൗൺലോഡ് ചെയ്തു. നമ്മളെന്ത് ചെയ്യുക, നമ്മളെ സൈറ്റിലോട്ടേക്ക് വരാം, www.taskmantra.com. നമ്മളെ യൂസർ നെയിമും പാസ്വേഡും സൈറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ നമ്മൾ ഡാഷ്ബോർഡിലോട്ടേക്ക് പോകും. അവിടെ നിന്ന് ആ ഒരു 3 ലൈനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് മൈ ടാസ്ക്, ഡു ടാസ്ക് ഒക്കെ കാണും അല്ലേ. അതിൻ്റെയൊക്കെ താഴെ ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന് കാണും. അപ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് കാണും. ചെറിയ കുട്ടികൾ മുതൽ ഇത്ര മുതിർന്നവർക്ക് പോലും പഠിക്കാൻ വേണ്ടി പറ്റിയ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യുക, ക്യാൻവ പ്രോ എടുക്കാം. അങ്ങനെ അതിൽ പോവുക, ക്യാൻവ പ്രോ എടുക്കുക. മിസ്ലീനിയസ് ബണ്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ക്യാൻവ പ്രോ എടുക്കേണ്ടത്. അപ്പം നമ്മളടുത്ത് ചോദിക്കും 6 മന്തിലേക്കുള്ളതാണോ 1 മന്തിലേക്കുള്ളതാണോ. അപ്പം നമുക്ക് ഏതാണോ വേണ്ടത് അപ്പം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബൈ നൗ കാണും, കണ്ടിന്യൂ ഷോപ്പിംഗ് കാണും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ബൈ നൗവിൽ പോയി ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് പ്ലേസ് ആൻഡ് ഓർഡർ കൊടുക്കുക. അവിടെ നമുക്ക് അപ്ഡേറ്റ് കാർട്ടും കാണും, കണ്ടിന്യൂ ഷോപ്പിങ്ങും കാണും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല, കണ്ടിന്യൂ ഷോപ്പിങ്ങും ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. പ്ലേസ് ആൻഡ് ഓർഡർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ആൻഡ് ഓർഡറിൽ പോയി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാൻവ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ ആ ഒരു 1000 റുപ്പീസ് നിന്ന് നമ്മൾ 1 മന്തിലേക്കാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 റുപ്പീസ് കട്ടായിട്ടുണ്ടാവും കേട്ടോ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോവുക. മൈ ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളെ ക്യാൻവ പ്രോ ഹിസ്റ്ററി എടുക്കുക. അവിടെ ഗോ എന്ന് കാണിക്കും. അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളടുത്ത് നമ്മളെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ നെയിമിൻ്റെ അടുത്ത് നമ്മളെ നെയിം കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, ഓക്കെ, വാട്സപ്പ് നമ്പർ, അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ കൊടുത്ത ആ ഒരു മെയിലിലേക്ക് കമ്പനി ആക്ടിവേഷൻ മെയിൽ അയക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ടിവേഷൻ മെയിലിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ജോയിൻ സ്കൂൾ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാൻവ പ്രോ വേർഷൻ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്യാൻവ ടാസ്ക് മന്ത്രയിലൂടെ എങ്ങനെ ഒരു ചെറിയ എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോസിനും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.